ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ 1 കിലോ ചിക്കൻ എടുത്തിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒരുപാട് വലിയ പീസാക്കിയല്ല, ഒരു 6 പീസാക്കിയിട്ടാണ് ഈ ചിക്കൻ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതിനി ഇതിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫോക്ക് വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ ഒക്കെ നമ്മൾക്ക് ഇതൊന്ന് കുത്തി കുത്തി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആ ഒരു മാരിനേഷനൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാനും അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1 കിലോ ക്വാണ്ടിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. 1 കിലോ റൈസും 1 കിലോ ചിക്കൻ്റെ ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ എല്ലാത്തിലും നന്നായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചിക്കനും റൈസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റി കേട്ടോ. അപ്പോൾ ഇതാ കുത്തിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മാരിനേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോട്ടിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ തയ്യാറാക്കുന്ന അതേ പോട്ടിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡർ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഓപ്ഷൻ ആട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വീഡിയോ പിടിക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തെന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾക്ക് ചിക്കൻ ക്യൂബ്സ്, മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ്. ഇത് ഇങ്ങനെ ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാകും. അതിൽ നിന്ന് 1 എണ്ണം ഞാനിപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ക്യൂബ്സിൽ ഉപ്പുണ്ടാകും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിൽ ഉപ്പില്ലാത്ത അൺസാൾട്ടഡ് ക്യൂബ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ക്യൂബ്സിൽ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഉപ്പ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഇതിപ്പോൾ ഇത് 1 കപ്പാണ് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു മന്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ ഇതിൽ നിന്ന് പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാകും. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇത് ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കണം. പിന്നെ ഇത് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചെന്നോർത്ത് നല്ലതാണ്. ഇല്ല, സമയം ഒട്ടും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അത്രയും മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിത് ഇവിടെ ഇപ്പോൾ മാരിനേഷനൊക്കെ നടത്തിയിട്ട് 10 മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾക്ക് 10 മിനിറ്റിന് ശേഷം ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിളച്ച് വരുന്ന ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു മൂടി വേവിച്ചെടുക്കണം. അടച്ചു മൂടി വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരേ സമയം നമുക്ക് ഇതിൻ്റെ പുറമൊക്കെ ഗ്രില്ലായും കിട്ടും, അതുപോലെ ഉള്ളിൽ നന്നായിട്ട് വെന്തും വരും. അപ്പോൾ അതുപോലെ നമ്മളിത് വേവിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ റൈസ് ഞാനിവിടെ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. ഒരു 100 രൂപ റേഞ്ചിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും.
അപ്പോൾ അത് നല്ല ടേസ്റ്റ് കേട്ടോ. മന്തി ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ് റൈസാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അരി ഇതുപോലെ അരമണിക്കൂർ കുതിർത്ത് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു സൺഫ്ലവർ ഓയിൽ ബാലൻസ് ഇരിക്കുന്നത്, അതായത് ചിക്കൻ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ വശങ്ങളിലൊക്കെ ആകത്തക്ക വിധം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, നമ്മൾ പച്ചമുളക് കട്ട് ചെയ്യൊന്നും വേണ്ട, ഫുള്ളായിട്ടുള്ള പച്ചമുളക് ഒരു 6-7 പീസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു 1 കിലോ റൈസിന് ഒരു 6-7 പീസ് മതിയാകും. അത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഈ സവാളയും പച്ചമുളകും ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ അത്യാവശ്യം വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതും നന്നായിട്ടൊന്ന് നമ്മൾക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക്, ഒരു 4-5 ഏലക്ക, ഒരു 2-3 പീസ് കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പൂ, പിന്നെ ഒരു 3 പീസ് തക്കോലം, അത് പിന്നെ വേണ്ടത് ഡ്രൈ ലെമൺ ആണ്, ഉണക്ക നാരങ്ങ. ഇതെല്ലാ ഷോപ്പിലും കിട്ടും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഫ്ലേവർ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ഇതിലിട്ട് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഈ അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്, അരി വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മളിവിടെ ഉപയോഗിക്കണം. അപ്പം ഞാൻ 1 കിലോ അരി, ഇതുപോലൊരു കപ്പിൽ 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അതായത് ഈ റൈസ് ഒരു 90% വേവിച്ചെടുക്കാൻ പറ്റിയ അത്രയും വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ്സിലോ 1 ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ റൈസ് വേവിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മളുടെ ചിക്കൻ എന്തായെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ആ ചിക്കൻ ഇങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ചിക്കൻ നമ്മൾക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതിനൊരു ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി ഫുൾ ഫ്ലെയിമിലിടുക. അതിനുശേഷം കുറച്ചിടുക. അങ്ങനെ കൂട്ടിയും കുറച്ചും ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലും ആ ഒരു പുറം ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫുൾ ഫ്ലെയിമിലിടുക, പിന്നെ ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചോട്ട് മൂടി വെച്ചിട്ട് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് കുക്കായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മളുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊന്ന് ഒട്ടിപ്പിടിക്കുക, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ റൈസ് ഒറ്റയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാരങ്ങ
ഒഴിച്ചു കൊടുക്കാം. ഇനി നാരങ്ങ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ ചേർത്താലും മതി കേട്ടോ. നാരങ്ങ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾക്ക് ഈ നാരങ്ങ അതിൻ്റെ ആ ഒരു നാരങ്ങയുടെ ജ്യൂസ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ റൈസൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു തക്കാളി സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില, ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം അരഞ്ഞ് മഷി പോലെ അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാൻ മറന്നു പോകരുത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ തക്കാളി സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കുഴിമന്തിക്ക് നല്ല അസൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇതെന്തായാലും ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കനോടെ നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ടിട്ടാട്ടോ ഇതിങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക, അതിന് ശേഷം ലോ ഫ്ലെയിമിലിടാം. അങ്ങനെ ഇത് മൂടി വെച്ചിട്ട് തിരിച്ചു മറിച്ചോട്ട് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തതാണ്. അപ്പം ചിക്കൻ ഒന്നുകൂടെ ഒന്ന് പാകമായിക്കോട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഒന്നുകൂടെ അടച്ചു മൂടി ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി നമ്മൾക്ക് ചോറ് എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇതാ റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം. നല്ല ഒറ്റയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾക്ക് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ, എന്നാലും ഈ ഒരു കുഴിമന്തിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു റൈസിൻ്റെ ഹൈലൈറ്റ്. നല്ല സൂപ്പർ റൈസ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുഴിമന്തി കഴിക്കുമ്പോൾ ഈ ഒരു റൈസാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മളുടെ നാട്ടിൽ ഇതിപ്പോൾ മന്തി റൈസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിട്ടുന്നതാണ്. പുറത്തൊക്കെ സെല്ല റൈസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൈസ് നല്ല അടിപൊളി, മന്തിക്ക് ഏറ്റവും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത് ഈ റൈസാണ്. അപ്പം നമ്മളുടെ ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ ചിക്കനും ഏകദേശം ഈ ഒരു ടൈമിൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് നോക്കാം. അപ്പോൾ ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നമ്മളുടെ ചിക്കനോടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ചോറ് റെഡിയാകുന്ന ആ ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ചിക്കനും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമാട്ടോ, ഭയങ്കര സിമ്പിളാണ് സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മേലോട്ട് റൈസ് സെറ്റ് ചെയ്യുക, ആ ഒരു ജോലി കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ആ റൈസ് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആ റൈസ് ഫുള്ളായിട്ട് ആ ചിക്കൻ്റെ മേലോട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഒന്നൊരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റൈല്, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറ്, റെഡ് കളറ് ഇതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തീർത്തും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മാത്രമായിട്ട് ചെയ്യുന്നതാട്ടോ. പിന്നെ ഇനി ഇതിലേക്കൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലി ഞാനിവിടെ 2 ചാർക്കോള് ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ ഇട്ടിട്ട്, ബർണറിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾക്ക് ഒന്ന് സ്മോക്ക് കയറ്റി കൊടുക്കണം. അപ്പോഴാണ് കുഴിമന്തിയുടെ ആ ഒരു ഹൈലൈറ്റ്. ആ സ്മോക്കാണ് നമുക്ക് കുഴിമന്തിക്ക് ഒരു പ്രത്യേക സ്മോക്ക് ഫ്ലേവർ കിട്ടുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാർക്കോൾ കത്തിച്ച് കഴിഞ്ഞു. അതിനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളുടെ ഈ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ചാർക്കോൾ വെച്ച് കഴിഞ്ഞു. ഈ ചാർക്കോളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും ആ സ്മോക്ക് ഇങ്ങനെ വരും. സ്മോക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ആ സ്മോക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ലിഡ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ഫോയിലിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ ലിഡ് വെച്ചാലും മതിയാകും. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ലിഡ് എടുത്തിട്ട് തിരിച്ചിട്ട് അടച്ചു വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മേലോട്ട് ഒരു വെയിറ്റ് കുറച്ച് ഭാരം കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ആ സ്മോക്ക് ഒട്ടും തന്നെ പുറത്തോട്ട് പോകില്ല. അപ്പം അതിൽ തന്നെ ഇരിക്കണം. ഇങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് കേട്ടോ, 10-15 മിനിറ്റൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഫൈനലി നമ്മളുടെ കുഴിമന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ അടുപ്പിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലാട്ടോ. സ്മോക്കിൻ്റെയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല സ്മെല്ലാണ്. നമ്മൾക്ക് ഈ ചാർക്കോളൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമ്മളുടെ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ആ അടിയിലുള്ള ചിക്കൻ്റെ ഒക്കെ ആ ഒരു സ്റ്റോക്കൊക്കെ ഉണ്ടല്ലോ, ചിക്കൻ്റെ നെയ്യൊക്കെ ഉരുക്കി വന്നിട്ടുള്ള ആ ഒരു ഓയിലിലൊക്കെ ഇതെങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ മന്തിയുടെ അങ്ങ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റിലേക്ക് മാറാൻ പോകുന്നത്. അപ്പം ഞാനിത് ചുമ്മാ പറയുന്നതല്ല, നിങ്ങളിത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. ശരിക്കും നിങ്ങൾക്കിത് ഇഷ്ടമാകും. ഞാനിതിൽ പറയുന്നതെല്ലാം കറക്റ്റ് അളവാണ്, കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ആ ചിക്കനൊക്കെ ഒന്നെടുത്ത് നമുക്കൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചോറും ചിക്കനും ഒക്കെ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇത് പ്ലേറ്റിലേക്ക് ചോറ് സെറ്റ് ചെയ്യുക, ചിക്കൻ വയ്ക്കുക, ഗാർലിക് പേസ്റ്റും അതേപോലെ നമ്മുടെ തക്കാളി സോസും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇതൊരു പിടി പിടിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. കാണുന്നത് പോലെയല്ല, കഴിക്കുമ്പോൾ അതിലും കാട്ടും ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കിത് ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല ജ്യൂസി ആയിട്ട്, എന്നാൽ നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. നല്ല ചൂടാട്ടോ. എനിക്കിത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ പൊള്ളുവാണ്. നല്ല ടേസ്റ്റാട്ടോ. ചൂടനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഷോപ്പിലൊന്നും പോയി വാങ്ങിക്കേണ്ട ഒറ്റ കാര്യമില്ല, നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതും കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് ബൈ ഫ്രം റുബീന സലൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.